ധനുഷ്കോടിയിലേക്ക് പോകാനായിട്ട് ബസ് കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇഷ്ടംമാര് ബസ്സുണ്ട്. അപ്പോൾ ഓട്ടോക്കാർ വന്നിട്ട് നിങ്ങളോട് അമിതമായിട്ടുള്ള റേറ്റൊക്കെ പറയും. എന്നാലും നിങ്ങളോട് ക്ഷമയോടുകൂടി അല്പനേരം കാത്തിരുന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും. അപ്പോൾ ആ ബസ്സിന് വേണം നിങ്ങൾക്ക് ധനുഷ്കോടിയിലേക്ക് പോകാൻ. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് ബസ്സിലാണ്. ഇവിടെ രാമേശ്വരത്തു നിന്ന് നമ്മൾ ധനുഷ്കോടി പോവുകയാണ്. ഈ ബസ്സിൽ നമ്മുടെ വനിതകൾക്ക് ഫ്രീ ടിക്കറ്റാണ്. നമ്മൾ പുരുഷന്മാർ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിത്തു ഞങ്ങളിപ്പോൾ ധനുഷ്കോടിയിലാണ്. ബീച്ച് ഏരിയ. എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി. വളരെ മനോഹരമാണ് കേട്ടോ. ആസ്വദിക്കാൻ വന്ന്, പ്രകൃതിയെ ആസ്വദിക്കാൻ വന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അർച്ചിൽമുന എന്ന് പറയുന്ന സ്ഥലത്താണ്. ധനുഷ്കോടി ഇതിന് ഈ അർച്ചിൽമുന എത്തുന്ന മുമ്പാണ്. കാരണം ഇത് ഈ അർച്ചിൽമുനയാണ് ശരിക്കും എൻ്റെ ആയിട്ടുള്ള സ്ഥലം. പ്രിയതമ
if we standing out the field, ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേ നോക്ക് നമ്മൾ ഇണ്ട് കണ്ടാ ഇങ്ങനെ അലോനായിട്ട് നീ ഒരു മാജിക്കിനെ കാണിച്ചു തട്ടെ ദേ ഇങ്ങനെ നാ ജമ്പിങ് കണ്ടാ കണ്ടാ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അർച്ചൽ മുന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ അർച്ചൽ മുന എത്തുന്നുമ്പാണ് ധനുഷ്ക ഓടിച്ചിരിക്കും. കാരണം ഇവിടെ വിൽപ്പന നടത്തുന്നവരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഒരാൾ വെള്ളത്തിൽ കിടന്ന് പ്ലേ ചെയ്യണേട്ടോ. എന്തോരം ആൾക്കാരാണ് ഉള്ളത്. ഒഴുകി പോയണ കേട്ടോ. ആഴമില്ലാത്ത സ്ഥലമാണ് കേട്ടോ. നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റും. എന്നാലും ഒരുപാട് ഉള്ളിലേക്ക് ആരും പോകരുന്നു. കാരണം ഒഴുക്കുണ്ട് നല്ലപോലെ ഇവിടെ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം വരാനായിട്ട്. സന്തോഷിക്കുക എല്ലാവരും കുടുംബമായിട്ട് വന്നിട്ട്. இது மலைச்சாமி அண்ணன். இவங்க 2 பேரும் ஒரு സ്ഥലത്തും தான் வந்திருக்கு. இங்கே வந்தப்ப எனக்கு தமிழ் பேச வந்துட்டு